ടൊറോണ്ടോയെ കുറിച്ച് പറയുകയാണെങ്കിൽ ഞാൻ ടൊറോണ്ടോയിലേക്ക് മൂവ് ചെയ്യാനുള്ള റീസൺ എന്താന്ന് വെച്ചാൽ ഞാൻ ടൊറോണ്ടോയിൽ ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്തു. അതെ, ഐ എം വെരി പ്രൗഡ് ഓഫ് ഹിം. ഇവനും എന്റെ ബ്രദറൊക്കെ കൂടിയിട്ട് ഒരു ബിസിനസ്, ഒരു സമ്പ്രദായം സ്വരൂപിച്ചു. നീ എന്താ ഉമ്മനെ ഇംപ്രസ് ചെയ്യാൻ നോക്കുകയാണോ? അങ്ങനെ ചെയ്തിട്ടുണ്ട്. അപ്പൊ എന്താ ബിസിനസ് എന്ന് വെച്ചാല് ഒരു ഫുഡ് ഷാക്കാണ്. അതെ, ഞാൻ ഫുഡ് ട്രക്ക് ഒക്കെ പോലത്തെ ഒരു സംഭവം. ഫുഡ് ട്രക്കിന് പകരം ഫുഡ് ഷാക്കാണ്. അപ്പൊ ഞാൻ അതുകൊണ്ടാണ് ടൊറോണ്ടോയിലേക്ക് മൂവ് ചെയ്തത്. അപ്പൊ നിങ്ങൾ എന്റെ പോഡ്കാസ്റ്റ് കുറെ കാലമായിട്ട് ഫോളോ ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾക്കറിയാം, ഞാൻ എന്റെ ലൈഫിൽ ആദ്യമായി ചെയ്ത ജോബ് എന്ന് പറഞ്ഞാല് ഒരു ഹോട്ട് ഡോഗ് സ്റ്റാൻഡില് ഒരു ഹോട്ട് ഡോഗ്സ് വിൽക്കലായിരുന്നു. ഒരു ഫുഡ് ട്രക്കില് ഹോട്ട് ഡോഗ്സ് വിൽക്കലായിരുന്നു എന്റെ പണി. അങ്ങനെ ഫാസ്റ്റ് ഫോർവേഡ് മെനി ഇയേഴ്സ്, 4 years later, 4.5 years later, അതെ, ഐ ഓൺ മൈ ഓൺ ഫുഡ് ഷാക്ക് എന്ന് പറയുമ്പോൾ ഇതിലും നല്ലൊരു കഥ സിനിമ എഴുതും. ഇതിലും നല്ല കഥ. എനിക്ക് ഭയങ്കര ഹാപ്പിനെസ് തോന്നുന്നുണ്ട്. അത് രണ്ട് പറഞ്ഞാൽ ടൊറോണ്ടോ എന്ന് പറഞ്ഞാൽ ഭയങ്കര ഒരു ഏർബൻ സിറ്റിയാണ്. അടിപൊളി, മൾട്ടി കൾച്ചറൽ സിറ്റി, മോസ്റ്റ് മൾട്ടി കൾച്ചറൽ സിറ്റി ഇൻ ദ വേൾഡ് ആണ്. നമ്മള് ചിലപ്പം ട്രാഫിക്കിലൊക്കെ നിർത്തിയിടുമ്പോ ആൾക്കാര് ടൊറോണ്ടോയിൽ ഇങ്ങനെ ക്രോസ് ചെയ്യല്ലോ. ആ ഒരു ക്രോസ് ചെയ്യുന്ന ഒരു 20-30 ആൾക്കാരിൽ തന്നെ പല എത്നിസിറ്റിയിലും. അതാണ് ഇവരോട് പറയുന്നത്, ഗ്രേറ്റ് മൈൻഡ്സ് തിങ്ക് അലൈക്ക് എന്ന് പറയുന്നത് വെറുതെ ആണോ? നമ്മള് ഒന്ന് ട്രാഫിക്കിൽ റോഡ് ക്രോസ് ചെയ്യാൻ വേണ്ടി നിൽക്കുമ്പോൾ നമ്മളെ കൂടെ ഉള്ളവരെ നോക്കിയാല് എല്ലാ ടൈപ്പ് ആൾക്കാരുണ്ടാകും. എല്ലാ നാഷണാലിറ്റീസും എല്ലാ എത്നിസിറ്റീസും ഉണ്ടാകുന്നല്ല, എല്ലാ ടൈപ്പ് ഓഫ് ആൾക്കാരുണ്ടാകും. നമ്മൾ ഇന്ത്യൻസ് ഉണ്ടാകും, മലയാളികൾസ് ഉണ്ടാകും, മലയാളീസ് ഉണ്ടാകും, ഇന്ത്യൻസിലെ പഞ്ചാബീസ് ഉണ്ടാകും, ഏഷ്യൻസ് ഉണ്ടാകും, അത് ചൈന, കൊറിയ, ഫിലിപ്പീൻ അങ്ങനത്തെ ആൾക്കാരുണ്ടാകും, ബ്ലാക്സ് ഉണ്ടാകും, വൈറ്റ്സ് ഉണ്ടാകും, അറബ്സ് ഉണ്ടാകും, ലാറ്റിൻസ് ഉണ്ടാകും. അതുപോലെ തന്നെ നമ്മളെ പോലത്തെ സാധാരണക്കാരുണ്ടാകും. ഫുൾ ടിപ് ടോപ്പ് ആയിട്ട് സൂട്ടൊക്കെ ഇട്ടിട്ട് പീക്കി ബ്ലൈൻഡേഴ്സ് ഒക്കെ പോലത്തെ ആൾക്കാരും ഉണ്ടാകും. അതിന്റെ ഇപ്പുറത്ത് തന്നെ ഹോംലെസ് ആൾക്കാരായിട്ട് ഫുള്ള് കീറിപ്പൊളിഞ്ഞ ഡ്രസ്സൊക്കെ ആയിട്ട് ഇങ്ങനെ എന്തെങ്കിലും സാധനമൊക്കെ അടിച്ച് ഇങ്ങനെ കിറങ്ങി നിൽക്കുന്ന ആൾക്കാരുണ്ടാകും. സമ്മർ ആയതുകൊണ്ട് വിന്ററിൽ പറഞ്ഞാല് എല്ലാരും മൂടി പുതച്ചാ നടക്കുക. ആർക്കും ഔട്ട്ഫിറ്റ് ഒന്നും ഇടാൻ തന്നെ ആർക്കും വലിയ താല്പര്യമില്ല. കാരണം എല്ലാവരും ഇതിന്റെ മുകളിൽ വിന്റർ ജാക്കറ്റ് ഒക്കെ ഇട്ട് ഒന്നും കാണൂല. സമ്മർ ആയാലും എല്ലാവരും നല്ല അടിപൊളി വൈബ്രന്റ് കളേഴ്സും, ചിലവരൊക്കെ അടിപൊളി ഔട്ട്ഫിറ്റിലൊക്കെ ആയിരിക്കും ഇവര് ഇറങ്ങും. ഫുൾ ആക്സസറീസും കാര്യങ്ങളൊക്കെ ഇട്ട്